കൊന്നിച്ചിവ ഇന്ന് എനിക്ക് ജോലിയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് നമ്മൾ അടുത്ത പരിപാടിക്ക് പോവാണ്. വേറെ ഒന്നുമല്ല, എനിക്ക് കുറച്ച് നേരം കേട്ടോ നെയ്ച്ചോറും ഇറച്ചിക്കറിയും കഴിക്കാൻ തോന്നണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നെയ്ച്ചോറ് ഉണ്ടാക്കാന്ന്. എന്ന് വെച്ചാൽ നെയ്യൊന്നും ഇല്ല കേട്ടോ, എന്നാലും ഉള്ള സ്പൈസസ് ഒക്കെ വെച്ച് ബസ്മതി റൈസ് ഉണ്ട്, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ ജിഞ്ചറും ഗാർലിക്കും ഓണിയനും എല്ലാ പൊടികളും, അതുപോലെ തന്നെ പുളി കിട്ടാൻ വേണ്ടിയിട്ട് ലെമണിന്റെ ഒരു ജ്യൂസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ബസ്മതി റൈസ് അടുപ്പത്ത് വെച്ചു കേട്ടോ. അടുപ്പത്തല്ല, റൈസ് കുക്കറിൽ വെച്ചു. അതിലേക്ക് നമ്മുടെ മസാലകൾ ഉണ്ടല്ലോ, ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, അതൊക്കെ ആഡ് ചെയ്തു. ഇത് ഇന്നലത്തെ ഡിഷ് വാഷറിൽ വെച്ച പ്ലേറ്റ് ആണ് കേട്ടോ. പിന്നെ ഇത് വേസ്റ്റ് ആണ്, ഇത് നമുക്കിന്ന് പുറത്ത് കൊണ്ട് വെക്കണം, നാളെ വേസ്റ്റ് എടുക്കാൻ ആൾ വരും. അപ്പോൾ ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുളിക്കാൻ കയറിയിട്ട് നമുക്ക് ഫ്രഷ് ആവണല്ലോ. കുളി കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയത്. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക. ദാ ഇത് പൊട്ടിത്തെറിക്കുന്ന സീനാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് സാധനങ്ങൾ ഇടുമ്പോൾ ഇതുപോലെ പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഡിസ്റ്റൻസിലാണ് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാം പൊട്ടിത്തെറിച്ചിട്ടേ ഞാൻ ഇടാറുള്ളൂ കേട്ടോ. ബാക്കിയുള്ളത് അതോടുകൂടി അതിൻ്റെ ചുറ്റും ഫുൾ എണ്ണയാവും. അപ്പോൾ ഇത് നമ്മുടെ റൈസ് അങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കറിയിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോയും കൂടി ചേർത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനത്തെ കളറ്. അപ്പോൾ അതാ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പോയി കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ, ജമദ.